തെരഞ്ഞെടുപ്പിൽ പോസ്റ്ററും ബാനറും ഒന്നും ഇറക്കാത്തൊരു ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ? സംശയം വേണ്ട, അങ്ങനെ ഒരാൾ കോട്ടയത്തുണ്ട്. കോട്ടയം നഗരസഭയിലേക്ക് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ ശങ്കരനാണ് ഒരൊറ്റ പോസ്റ്റർ പോലും ഇറക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പോസ്റ്റർ അടിക്കാനുള്ള ചെലവ് കൊണ്ട് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകാനാണ് ശങ്കരന്റെ തീരുമാനം. നിലവിൽ കോട്ടയം നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശങ്കരൻ ജനങ്ങളുമായുള്ള പരിചയം ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് പോസ്റ്ററുകൾ ഒഴിവാക്കിയത്. ഇലക്ഷൻ കഴിഞ്ഞോ? സാറേ നമസ്കാരം. മറ്റേ ഇതിന് പോകുന്നുണ്ടോ? ടൂറിന് പോകുന്നുണ്ടോ? ഇല്ല ഇല്ല. ചേച്ചേ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. എന്ത് എന്നറിയോ? കഴിഞ്ഞ ദിവസം വന്നോണ്ടാ. പിന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് ഓടി കയറിയതുകൊണ്ട് അപ്പൊ സാറിനെ കണ്ടിട്ട് കൃഷ്ണൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇപ്രാവശ്യം ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട്, ബോർഡിൽ പടമൊന്നും കാണാത്തതുകൊണ്ട് അതൊരു കുറവായിട്ട് വിചാരിക്കരുത് കേട്ടോ. അതിനാ ഇപ്രാവശ്യം നമ്മൾ ബോർഡും ഫ്ലെക്സും ബാനറും എല്ലാം ഒഴിവാക്കി. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ സേവിങ്സ് 1-2 പേരെ നമുക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ചെയ്യാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നമ്മള് ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് പോസ്റ്റർ, ബാനർ, ബോർഡ്, ചുവരെഴുത്ത് ഒന്നും കാണുന്നില്ലല്ലോ. അതിനു മുമ്പായിട്ട് ഞാൻ തന്നെ കൗൺസിലർ ആയിരുന്നു ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള നല്ല പരിചയം, എല്ലാ കുടുംബവുമായിട്ടുള്ള ബന്ധം, അവർക്കൊക്കെ വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് അതിന്റെ ആവശ്യമേ ഇല്ല എന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണമാണ് എല്ലാ ജനങ്ങളും പറയുന്നത്. എന്ന് മാത്രമല്ല, അതൊരു നല്ല കാര്യങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുന്നു എന്ന് അറിയുന്ന ഒരു വലിയ സന്തോഷം അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു പരിസ്ഥിതി സൗഹൃദമാണ്, ഒരുപാട് ആർഭാടം ഇല്ലാത്ത ഒരു പ്രചരണമാണ്. തീർച്ചയായിട്ടും ഈ ജനങ്ങൾക്കുള്ള വിശ്വാസം നമ്മൾ ജനാധിപത്യത്തിൽ വർദ്ധിപ്പിച്ചാൽ പൂർണ്ണമായിട്ടും അവർ നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ളതിന് നല്ല നല്ല അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സാറിനെ ഞാൻ ആദ്യം വന്ന് കണ്ടതാണ്. അത് കാരണം ഒരു റൗണ്ട് ഒന്ന് പൂർത്തിയാക്കാന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് വീട് കൂടെ കയറാൻ പോസ്റ്ററും ബാനറും ബോർഡും ചുവരെഴുത്തും ഒന്നും ഇല്ല. സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ഒരു ആർഭാടത്തിന്റെ ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷം ചിലരിലൊക്കെ ഒരു പോസ്റ്ററെങ്കിലും ഒട്ടിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലായി. അത് ഒന്ന് വീടുകളിലൊക്കെ പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി.